السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത്തികാഫോടുകൂടി അവൻ്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഒരു സ്വാലിഹായ അമലെ നമ്മൾ സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളെ കൊണ്ട് മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ എല്ലാവിധ റാഹത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖൽബ് കൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരു വെള്ളി കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസം. പടച്ചോനെ എനിക്കൊരു ജുമുഅക്ക് പോകണല്ലോ. കാരണം ആ തെക്കുവ കൊണ്ടുള്ള വസിയത്താണ് മനുഷ്യനെ നന്നാക്കി തീർക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളത്. ഇന്നലകളിൽ കഴിഞ്ഞു പോയ സമുദായങ്ങളുണ്ട്, നമ്മുടെ പൂർവികരുണ്ട്, നമ്മുടെ പിതാക്കളുണ്ട്, നമ്മുടെ മാതാക്കളുണ്ട്, മരിച്ചുപോയവരുണ്ട്. ഓരൊക്കെ പ്രതിനിധികളാണ് നമ്മൾ. നമ്മളോടുകൂടെ ഈ ലോകം അവസാനിക്കാൻ പോകണമെന്നില്ല. അടുത്തൊരു തലമുറ വരാൻ അവർക്ക് വേണ്ടി ഭൂമിയെ നമ്മൾ മാറ്റിവെക്കണം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ വെക്കും, സ്റ്റാറ്റസ് വെക്കും, എവിടേക്ക് കൊണ്ടുപോയിട്ട് ഒരു മരം തൈ തടും ചെയ്യും. അള്ളാഹു അതൊക്കെ വേണം, സെറ്റപ്പ് വേണം. പക്ഷെ ഇതിന്റെ ചെറിയ ഇസ്ലാമിക മാനങ്ങളുണ്ട്, അത് നമ്മൾ കൈക്കൊള്ളണം. പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് കേവലം 5 വക്ത് നിസ്കാരം പഠിപ്പിക്കാനും സക്കാത്ത് പഠിപ്പിക്കാനും നോമ്പ് പഠിപ്പിക്കാനും ഹജ്ജ് പഠിപ്പിക്കാനും വേണ്ടി മാത്രം വന്നല്ല. അതൊക്കെ മനുഷ്യനെ ഈ ഭൂമിയിൽ തസ്കിയത്തോടു കൂടി ജീവിപ്പിക്കേണ്ട ചില ടൂൾസുകൾ മാത്രമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളും അങ്ങനെ. അത് മനുഷ്യന് എങ്ങനെ ഈ ദുനിയാവിൽ തസ്കിയത്തോടു കൂടി ജീവിക്കണം, സംസ്കരണത്തോടു കൂടി ജീവിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ടൂള് ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെ ഞാൻ വിശദീകരിച്ച് കിടക്കണില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികളായിട്ടുള്ള മറ്റു ജീവികളെയും ലക്ഷക്കണക്കിന് ജീവികളെ ഈ പരിസ്ഥിതിയൊക്കെ സൃഷ്ടിച്ചത് ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിലുള്ള സകലതും അല്ലാഹു അവനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈ 2 ആയത്തും കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ഭൂമിയിലുള്ള ഖലീഫയാണ് മനുഷ്യൻ, ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചത് ആ മനുഷ്യന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളല്ല മനുഷ്യന് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. നാളെയും ഇവിടെ തലമുറ ജീവിച്ചു പോകണം. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ മാങ്ങക്കാലം കഴിഞ്ഞു, നല്ല നല്ല മാമ്പഴത്തിന്റെ മാവുകൾ ഉണ്ടായിരുന്നു. നമ്മളാരും നട്ടതാണത്? ഇപ്പൊ പുതിയ തരുന്ന മാങ്ങ തൈ അല്ല പറഞ്ഞത്. നമ്മള് വീട്ടില് പഴയ കാലത്തെ ഉള്ള വലിയ വലിയ മാമ്പഴത്തിന്റെ വൃക്ഷങ്ങളുണ്ടല്ലോ, ഏതോ കാലത്ത് നമ്മൾ പൂർവികർ നട്ടുപോയ ആ സാധനത്തിനാ നമ്മൾ കഴിക്കണത്. നമ്മളിട്ടല്ല, അതാണ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ. ഇനി ഇന്നത്തോടു കൂടി ആ മാവും അല്ലെങ്കിൽ പ്ലാവും ഒക്കെ മുറിച്ച് ഈ നാടാകെ ഫസാദാക്കിയിട്ട് നമ്മൾ പോകണമെന്നല്ല. അതൊക്കെ ഇവിടെ നിലനിൽക്കണം, അതൊക്കെ അവിടെ നിൽക്കണം. ഭൂമിയിൽ ഉണ്ടാകുന്ന ഫസാദുകളൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട്. ഖുർആൻ പറയാം, എന്റെ വാക്കല്ല, ഖുർആൻ പറയാം. കടലിലുണ്ടാകുന്ന നശീകരണങ്ങളാവട്ടെ, ദുനിയാവിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന നശീകരണങ്ങളാവട്ടെ, ഭൂമി കുലുക്കങ്ങളോ മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ചെയ്തികൾ. തിരിച്ചറിവുണ്ടാവണം പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ നൽകി. ഈ കാണുന്ന വൃക്ഷങ്ങളും സൗകര്യങ്ങളും പരിസ്ഥിതികളും ഒക്കെ അല്ലാഹു നമുക്ക് നൽകി. അതിലൊരിക്കലും നമ്മൾ ദൂർത്ത് കാണിക്കാൻ പാടില്ല, ദുർവ്യം കാണിക്കാൻ പാടില്ല. വെള്ളം ചെലവാക്കുന്നിടത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ 1 മാസം മുന്നേ നമുക്കൊക്കെ വലിയ കനത്ത വരൾച്ചയായിരുന്നു, പലയിടത്തും വെള്ളമില്ല. അന്ന് നമ്മൾ എങ്ങനെ വെള്ളം ഉപയോഗിച്ചത്? കുളിക്കുന്നിടത്തുള്ള സൂക്ഷ്മത എങ്ങനെ? എന്നാ ഇന്നത്തെ കുളിന്റെ അവസ്ഥ അതൊക്കെ നമ്മൾ വെള്ളം കിട്ടുമ്പോഴേക്കും നമ്മളത് മറന്നു. പിന്നെ വെള്ളം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണേ? മോട്ടറിൽ വെള്ളം കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിൽ കുടുങ്ങിക്കിടന്ന ഇപ്പം കറണ്ട് വരൂല എന്നുള്ള ധാരണയാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം അവിടെ ഉണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് നമ്മൾ എങ്ങനെ കുളിക്കുക? ആ സൂക്ഷ്മത ഒരു പക്ഷേ ഇങ്ങനെ കരണ്ടും ഉണ്ട് വെള്ളമുണ്ട്, എന്നാലും 2, 3, 4 ബക്കറ്റ് ചിലപ്പോൾ നമുക്ക് മതിയാവൂല. എന്നാ ഈ സമയത്താണെങ്കിലോ ആ ഒരു ബക്കറ്റ് കൊണ്ടാലും നനക്കാനും സോപ്പ് വെക്കാനും കുളിച്ച് തിരിച്ചു പോരാനും നമുക്ക് ഒറ്റ ബക്കറ്റ് വെള്ളം മതി. എവിടുന്ന് വന്നു ഈ സൂക്ഷ്മത? ഈ ഒരു ധൂർത്തില്ലാത്ത ജീവിതം, ദുർവ്യമില്ലാത്ത ജീവിതം നമ്മുടെ നിഖില മേഖലയിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത്, ധൂർത്ത് കാണിക്കരുത്, ദുർവ്യം കാണിക്കരുത്. വുളൂടുക്കുമ്പോൾ സയ്യിദുല്ലാഹു വുളൂടുക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ സയ്യിദുല്ലാഹു ചോദിക്കാൻ നബിയോട്, നബിയെ വുളൂവിലുണ്ടോ ധൂർത്ത്? ദുർവ്യം വുളൂവിലുണ്ടോ?
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടിയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഉൾക്കൊണ്ട ഈമാനികമായ പരിസ്ഥിതി സന്ദേശം. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് കൊടുത്ത മറുപടി, ശക്തമായി കുത്തിയൊഴുകുന്ന ഒരു നദിയിൽ നിന്നാണ് നീ വുളു എടുക്കുന്നതെങ്കിൽ 3 തവണയേക്കാൾ നീ അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാൽ അതും ദുർത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അള്ളാഹു നമുക്ക് ഒരുപാട് പ്രകൃതിപരമായിട്ടുള്ള സോഴ്സുകൾ, ഒരുപാട് നിധികളായിട്ടുള്ള സംഗതികൾ, ഉറവിടങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. വെള്ളമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൃത്യമായി അതിന് വുളൂവിലും 4ാമതൊരു തവണ 3 തവണ കൈകളെ സുന്നത്തുള്ളൂ. 4ാമതൊരു തവണ കൈകൾ കറാഹത്താണ്. എന്തുകൊണ്ട് അങ്ങനെ? വെള്ളം എന്നുള്ളൊരു പവിത്രമായ ഈ ഭൂമിയുടെ മുതലിനെ അള്ളാഹ് നമുക്ക് സൗകര്യത്തിന് നൽകിയതാണ്. നമ്മൾ ഖലീഫയാ, നമ്മൾ മരിച്ചു പോയാലും അടുത്തൊരു തലമുറ അവിടെ ജീവിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരിസ്ഥിതി അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്തിരിക്കണം. വെറുതെ കിടക്കണ ഭൂമി ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ദീനാ പ്രിയപ്പെട്ടവർ. അള്ളാഹുവിന്റെ റസൂലിന് പറയാണ്, വെറുതെ കിടക്കുന്ന ഭൂമി ഒരാൾക്ക്, നിങ്ങൾക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഒഴിവില്ലെങ്കിൽ അത് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കണം, അയാൾ കൃഷി ചെയ്തോട്ടെ. പല സംവിധാനം സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൃഷിയില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പഠിപ്പിക്കാം. ഇന്ന് അതില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ അള്ളാഹു നമുക്ക് ജീവിക്കാൻ നൽകിയിട്ടുള്ള ഒരുപാട് സമ്പത്ത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ നമ്മളൊരു കൃഷി നട്ട് അതിന്റെ ഫലം നമുക്ക് കിട്ടാതെ പോയി എന്ന് കൂട്ടാം. അത് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലും പോലും അതിന്റെ കൂലി ആ നട്ട ആൾക്കുണ്ട്. കിളികൾ കൊണ്ടുപോയാലും മറ്റത് കൊണ്ടുപോയാലും ആര് കൊണ്ടുപോയാലും ഈ പരിസ്ഥിതിയെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞു ഞാൻ നിർത്തി. ഇത്തഖുൽ മലാഇന സലാസ, അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ശാപം ലഭിക്കുന്ന 3 സിറ്റുവേഷനുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കാം. ഒന്നാമത്തെ എന്താണെന്നറിയോ? നിങ്ങളുടെ ജലസ്രോതസ്സുകളാണ്. കുളങ്ങള്, കിണറുകള്, നദികള്, അതിൽ മാലിന്യങ്ങൾ വിട്ടുവിട്ട് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി അത് അശുദ്ധമാക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം മുത്ത് റസൂൽ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സ്ഥലം പറഞ്ഞത് വഴികൾ, ജനങ്ങൾ നടക്കുന്ന വഴികള്, റോഡുകള്, അതിന്റെ സൈഡിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കരുത്. ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ പറയണമായിരിക്കാം മുത്ത് റസൂൽ. നമ്മളെ പ്രവർത്തനത്തിലേക്ക് നോക്കിയാൽ മതി. വീട്ടിലുള്ള എല്ലാ സെറ്റപ്പും വൈക്കും കാര്യങ്ങളും കെട്ടും ചാക്കും ഒക്കെ റോട്ടുമൊക്കെ തള്ളുക, അല്ലെങ്കിൽ ഒക്കെ നല്ല വെള്ളം പോണ കൃഷികൾ നനക്കുന്ന തോട്ട് കൊണ്ടുപോയി തള്ളുക. പരിസ്ഥിതി നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതും ദീനാണ്. 5 വക്ത നിസ്കാരത്തിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കലും മാത്രല്ല ദീൻ. പരിസ്ഥിതിയെ സംരക്ഷിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. മറ്റൊന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 3ാമത്തെ സ്ഥലം, ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്യരുതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അല്ലാതെ ജൂൺ 5-ന് ഒരു മരം വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ വെക്കൽ മാത്രമല്ല. ഉണ്ടായിക്കോട്ടെ, ഞാൻ കുറ്റപ്പെടുത്തില്ല. അതിനപ്പുറത്തേക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം വിശ്വാസി എന്ന രീതിയിൽ നമുക്കൊക്കെ ഉണ്ട്. എങ്ങനെ ശാപം ലഭിക്കാം? വഴിയിൽ നമ്മൾ മാലിന്യം കൊണ്ടിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ശപിക്കും. ചെങ്ങായി, ആ ശാപമൊക്കെ ഞമ്മക്ക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഏതെങ്കിലും കുളത്തിലോ വെള്ളത്തിലോ തോട്ടിലോ നമ്മളെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളും മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി തള്ളിയിടുകയാണെങ്കിൽ ആൾക്കാർ ശപിക്കും. കൃഷിക്ക് വെള്ളം എടുക്കുന്നവർ ശപിക്കും. ആ ശാപത്തിന് ഇരയാകുന്നവർ നമ്മളാണ്. അതുകൊണ്ടാണ് റസൂൽ ഇത്തഖുൽ മലാഇന സലാസ, ഈ ലഅനത്താക്കപ്പെട്ട സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര രസമാ നമ്മുടെ ദീൻ, എത്ര സ്നേഹമാ നമ്മുടെ ദീൻ. ഈ പരിസ്ഥിതി അള്ളാഹു നമുക്ക് നൽകിയ സംവിധാനമാണ് നിങ്ങൾ തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അതുകൊണ്ട് മരം വെക്കാനും നമ്മൾ വേണം. പരിസ്ഥിതിയെ മോശമാക്കാതെ ഇസ്രാഫ് നടത്താതെ ഒരു സ്ഥാനത്തിൽ, അത് ഭക്ഷണത്തിലും ദുർത്തുണ്ടാവാൻ പാടില്ല, ദുർവ്യ ഉണ്ടാവാൻ പാടില്ല, വെള്ളത്തിലുണ്ടാവാൻ പാടില്ല. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു സംവിധാനത്തിലും ദുർവ്യവും ദൂർത്തും വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് നടത്തുന്ന ആളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ പരിശുദ്ധ ഖുർആൻ. ദൂർത്ത് നടത്തുന്ന ആൾ, ദുർവ്യം നടത്തുന്ന ആള്, നമുക്ക് ചിലപ്പോൾ അള്ളാഹു നിഅമത്ത് സമ്പത്ത് നൽകിയിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാനുള്ളതല്ല. അതിനൊക്കെ കൃത്യമായ പ്ലാൻ വേണം. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷാമം നൽകാൻ പറയാൻ പറ്റില്ല. അള്ളാഹു ഈ നിഅമത്തൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ അതിനൊക്കെ കരുതലോട് കൂടിയായിരിക്കണം വിശ്വാസിയുടെ ജീവിതം നല്ലത്. കിട്ടിയ പൈസ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി തീർക്കല്ല.
അതൊക്കെ അതിൻ്റെതായ ഫലവത്തായ രീതിയിൽ, പ്രത്യേകിച്ച് വസ്ത്രം വാങ്ങുന്നിടത്തും ഭക്ഷണം വാങ്ങുന്നിടത്തും വീട്ടുപകരണങ്ങൾ വാങ്ങുന്നിടത്തും അതൊക്കെ ആവശ്യമുണ്ടോ അല്ല അത്യാവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം എല്ലാ സംവിധാനങ്ങളിലേക്കും നമ്മുടെ സാമ്പത്തിക ചെലവുണ്ടാവേണ്ടത്. അങ്ങനെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു വലിയ സെറ്റപ്പ് പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണുള്ള തിരിച്ചറിവ് ഈ ദിവസത്തിൽ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും സന്തോഷങ്ങളും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനും അതിന് ദുരുപയോഗപ്പെടുത്താതെ അവിടെ നിലനിർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റില്ലെങ്കിൽ അത് അക്രമമായി മാറും, അക്രമമായി മാറും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.